റെഡി അല്ലേ? റെഡി. എന്തുകൊണ്ട് നിങ്ങൾ UK തിരഞ്ഞെടുത്തു? ഫസ്റ്റ് പക്ഷെ സാലറി കിട്ടുന്നത് ചെന്നൈയിൽ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു. ആദ്യത്തെ ശമ്പളം കൊണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് വാങ്ങി? ആദ്യത്തെ ശമ്പളം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ചെറിയൊരു എമൗണ്ട്, പക്ഷെ ഭയങ്കര സന്തോഷമായി. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ, അതൊരു വേറെ ഫീലിംഗ് തന്നെയായിരുന്നു. കേരളത്തിൽ നിന്നും കല്യാണം ആലോചിക്കാനുള്ള റീസൺ എന്തായിരുന്നു? എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹരീഷിന്റെ പ്രപ്പോസൽ വരുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. അച്ഛന്റെ ബാങ്കിലേക്കാണ് ഇത് വന്നത്. പ്രത്യേകിച്ച് ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ആരും മലയാളം സംസാരിക്കണില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. നമ്മൾ സ്കൂളിൽ സമ്മർ പാർട്ടിക്ക് വിളിച്ചപ്പോൾ they were serving alcohol in the school, which was a real shocker. നമ്മളിവിടെ വന്ന് അടുത്ത ദിവസമായിരുന്നു പ്രിൻസിന്റെ വെഡിങ് അല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പേടിയെന്ന സെൻസ്, നമസ്കാരം, മലയാളി മൈൽസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നമ്മളോടൊപ്പം ഇന്ന് എത്തിയിട്ടുള്ള അതിഥികൾ രണ്ടുപേരാണ്, ഭാര്യ ഭർത്താക്കന്മാർ. തങ്ങളുടെ UK അനുഭവങ്ങളെ പറ്റിയും UK വരാൻ ആഗ്രഹിക്കുന്ന മലയാളികളോടുള്ള അവരുടെ ഉപദേശങ്ങളെ പറ്റിയും അവരോട് ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ അതിഥി മിസ്റ്റർ ഹരീഷ് വാര്യർ. മലയാളിയാണെങ്കിലും ചെന്നൈയിലാണ് ജനിച്ചു വളർന്നത്. 22-ാം വയസ്സിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ക്വാളിഫൈഡ് ആയ അദ്ദേഹം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 4 പ്രൊഫഷണൽ സർവീസസ് കമ്പനികൾ അഥവാ ബിഗ് 4 ഫേംസ് എന്നറിയപ്പെടുന്നവയിൽ ഒന്നായ PwCയുടെ മോൾഡീവ്സ് ശാഖയിൽ ഓഡിറ്ററായി തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തി ബിഗ് 4-ലെ മറ്റൊരംഗമായ KPMGയിൽ ജോയിൻ ചെയ്തു. തുടർന്ന് ബാംഗ്ലൂരിലും ചെന്നൈയിലും കൊച്ചിയിലും KPMGക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചു. 27-ാം വയസ്സിൽ വിവാഹിതനായി. വർഷം 2013-ൽ ഭാര്യയും 2 കുഞ്ഞു ആൺമക്കളും അടങ്ങുന്ന കുടുംബത്തോടൊപ്പം ഷാർജയിലേക്ക് ചേക്കേറി. 4.5 വർഷത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം 2018-ൽ UK KPMGയിൽ ജോലി കരസ്ഥമാക്കി. തുടർന്ന് കുടുംബത്തോടൊപ്പം UK വന്നു. തന്റെ കരിയറിൽ തുടർന്നും ഉയരങ്ങൾ താണ്ടി ഹരീഷ് വാര്യർ ഇപ്പോൾ ഒരു ബിഗ് 4 കമ്പനിയിൽ ഡയറക്ടർ പദവിയിൽ എത്തി നിൽക്കുന്നു. സൗഹൃദങ്ങളെയും സംഗീതത്തെയും സാംസ്കാരിക ആഘോഷങ്ങളെയും എല്ലാത്തിനുമുപരി ക്രിക്കറ്റ് കളിയെയും സ്നേഹിക്കുന്ന ഹരീഷ് ബ്രിസ്റ്റൽ മാവറിക്സ് എന്ന ക്രിക്കറ്റ് ക്ലബിന്റെയും ബ്രിസ്റ്റൽ തമിഴ് അസോസിയേഷൻ എന്ന സാംസ്കാരിക സംഘടനയുടെയും സെക്രട്ടറിയും കൂടിയാണ്. നമ്മുടെ രണ്ടാമത്തെ അതിഥിയും ഹരീഷിന്റെ പ്രിയ പത്നിയുമായ മിസസ് രാധിക ഹരീഷ് ജനിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലെ തൃശ്ശൂരിലാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന രാധികയുടെ അച്ഛൻ ജോലി സംബന്ധമായി പലതവണ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടായിരുന്നതിനാൽ രാധിക തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ആലപ്പുഴ, ചങ്ങനാശ്ശേരി, എറണാകുളം, ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. കൊമേഴ്സാണ് തന്റെ ഇഷ്ടവിഷയം എന്ന് മനസ്സിലാക്കിയ രാധിക കൊച്ചിയിലെ പ്രമുഖ കോളേജായ സെന്റ് തെരേസാസിൽ നിന്നും കൊമേഴ്സിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. വിദ്യാഭ്യാസ മേഖലയോട് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന താല്പര്യം മൂലം ചെന്നൈയിൽ പ്രൈമറി സ്കൂൾ ടീച്ചറായി സേവനമനുഷ്ഠിച്ചു. വിവാഹശേഷം ഹരീഷിനോടൊപ്പം ഷാർജയിലേക്കും തുടർന്ന് UK കുടുംബത്തോടൊപ്പം വന്നു. രാധിക ഇപ്പോൾ UK ഒരു പ്രമുഖ വിദ്യാലയത്തിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആണ്. സംഗീതവും സിനിമകളും യാത്രകളും സൗഹൃദ സംഗമങ്ങളും ഇഷ്ടപ്പെടുന്ന രാധിക കുട്ടികളുടെ ഒരു പ്രിയങ്കരി കൂടിയാണ്. ഹരീഷ്, രാധിക, മലയാളി മൈൽസിന്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു. ആദ്യത്തെ ചോദ്യം നിങ്ങളോട്, എന്തുകൊണ്ട് നിങ്ങൾ UK തിരഞ്ഞെടുത്തു? എന്തുകൊണ്ട് ഓസ്ട്രേലിയ, കാനഡ, USA തുടങ്ങിയ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തില്ല? മലയാളി മൈൽസ് പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ദുബായിലായിരുന്നു ആ സമയത്ത്. നമ്മൾ 2017 കാലഘട്ടത്തിൽ ദുബായിൽ ഒരു ദുബായിൽ നിന്ന് നമ്മൾ ലണ്ടനിലേക്ക് ടൂറിസ്റ്റ് ആയിട്ട് 2 ആഴ്ച യാത്ര ഉണ്ടായി. ആ സമയത്ത് നമ്മൾ ഇവിടെ കുറേ നമ്മുടെ ഇവിടെ ഫ്രണ്ട്സ് ഉണ്ട് UK. അപ്പോൾ അവരായിട്ട് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ അവരായിട്ട് സംസാരിച്ചപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മളെ ബേസിക്കലി അട്രാക്ട് ചെയ്തത്. ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻ UK, പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇൻ UK. ഐ ഫെൽ ദാറ്റ് ഇസ് മച്ച് മോർ ദാൻ the countries you otherwise listed. So അതുകൊണ്ട് ഞങ്ങൾ we decided, okay, for the education opportunities for our kids, and it is the right time for us to move from Dubai to UK. Okay. നിങ്ങളോട് ഇനിയും നിങ്ങൾക്ക് UK ഉണ്ടായ നിങ്ങളുടെ അനുഭവങ്ങളെ പറ്റിയും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഉപദേശങ്ങളെ പറ്റിയും ഒക്കെ ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കുട്ടിക്കാലത്തെ പറ്റി ഒന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പോൾ രാധികയിൽ നിന്ന് തുടങ്ങാം. രാധികയുടെ സ്കൂൾ കാലഘട്ടത്തെ പറ്റിയും കോളേജ് കാലഘട്ടത്തെ പറ്റിയും ഒക്കെ ഒന്ന് പറയാം. ഞാൻ ജനിച്ചത് തൃശ്ശൂര്, കേരളത്തിലെ തൃശ്ശൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അച്ഛന് ബാങ്കില്
ജോലിയായിരുന്നാണ്. അച്ഛൻ ഇങ്ങനെ ട്രാൻസ്ഫർ ആവും, എല്ലാ 3 കൊല്ലം കൂടുമ്പോൾ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട്. അപ്പൊ പല പല സ്ഥലത്തായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്, ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. ഉം. അപ്പൊ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫൈനലി എറണാകുളത്താണ് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ആലപ്പുഴ, ചങ്ങനാശ്ശേരി, അങ്ങനെ കുറെ സ്ഥലത്ത്, ചെന്നൈയിലുണ്ടായിരുന്നു, കുറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്കൂളിംഗ് പല സ്ഥലത്തായിരുന്നു, പക്ഷെ കോളേജും ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു സ്ഥലത്തായിരുന്നു. ഓക്കെ. അപ്പൊ അച്ഛൻ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ആയി പോയിട്ടുണ്ട്? അച്ഛൻ സ്റ്റാർട്ട് ചെയ്യണത് ഡൽഹിയിൽ നിന്നാണ്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, അന്നാണ് എൻ്റെ അമ്മ എന്നെ ക്യാരിയിങ് ആവുന്നതും. അപ്പോ ഡൽഹിയിൽ നിന്നാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത്, ഡൽഹി, ബോംബെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിലായിരുന്നു. എന്താ പറയാ, എറണാകുളം, ഇരിഞ്ഞാലക്കുട, ചങ്ങനാശ്ശേരി, ചെന്നൈ. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്ഥലം ഏതാണ്? എനിക്കിവിടെ കൊച്ചിനായിരിക്കും. കൊച്ചിൻ. അത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലേ? ഓക്കെ. ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ രണ്ടും. ഓക്കെ. ഹരീഷിന്റെ സ്കൂൾ കാലഘട്ടം എങ്ങനെയായിരുന്നു? ഹരി പറഞ്ഞ പോലെ ഞാൻ ചെന്നൈയാണ്. ഞാൻ ജനിച്ച് വളർന്നതെല്ലാം ചെന്നൈയിലാണ്. നമ്മൾ വെള്ളിവാക്കം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ് ചെന്നൈയിൽ ഞാൻ വളർന്നത്. അവിടെ തന്നെയായിരുന്നു സ്കൂളും പഠിച്ചത്. ഒരു ചെറിയ സ്കൂളിലായിരുന്നു ചെന്നൈയിൽ. എൻ്റെ സ്കൂൾ ഫ്രണ്ട്സും കോളേജ് ഫ്രണ്ട്സും ഇനിയും ഞാൻ വളരെ തിങ്സ് വിച്ച് ഐ ഹു ആർ വെരി ക്ലോസ് ടു മീ. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചെന്നൈയിൽ നിന്നാണ്. ഞാൻ പഠിച്ചത്, എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴായിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ മലയാളത്തിൽ തമിഴ് ചുവ കാണുന്നത്. ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിച്ചിട്ടുണ്ട് 6 കൊല്ലം ചെന്നൈയിൽ. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അധികം സ്പെൻഡ് ചെയ്തത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ്. സോ ഇതായിരുന്നു എൻ്റെ കുട്ടിക്കാലം. ഓക്കെ. തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർന്നത്, ചെന്നൈയിലാണ് ജനിച്ചത്. എന്നാലും നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി മലയാളത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചാൽ വളരെ സന്തോഷം. പക്ഷെ മലയാളം വരുന്നില്ല എങ്കിൽ ഇംഗ്ലീഷോ തമിഴോ ഉപയോഗിക്കാം, പ്രശ്നമില്ല. ഓക്കെ. സ്കൂൾ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് CA പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? അതിന് മെയിൻ കോൺട്രിബ്യൂട്ടർ എൻ്റെ അച്ഛനാണ്. ഡാഡ് ലിറ്ററലി ഹെൽപ്പ് മീ, ഗൈഡഡ് മീ ത്രൂ ദ പ്രോസസ്. എൻ്റെ ഫസ്റ്റ് തലമുറ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഡാഡ് ഒരു ഹോട്ടലിൽ ഹി വാസ് എ കാഷ്യർ. പക്ഷേ ഡാഡിക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ ഹി വാണ്ടഡ് സൺ ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഡാഡിയാണ് എന്നെ കുറേയും കൂടി അതിൽ ഇൻസ്പയർ ചെയ്ത് ഗൈഡ് ചെയ്തത്. സ്കൂളിൽ വലിയ ഗൈഡൻസ് ഒന്നുമില്ല. എൻ്റെ സ്കൂളിൽ ഞാനായിരുന്നു ഫസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ടു പാസ് ഔട്ട് ഫ്രം മൈ സ്കൂൾ. പക്ഷേ there were few of my teachers who did help in the school. പിന്നെ ചെന്നൈയിൽ CA is a much more institutionalized കോൺസെപ്റ്റ് ആണ്. അന്നത്തെ ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് പല സ്ഥലത്തു നിന്നും ചെന്നൈക്ക് വന്ന് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. CA is not a structured program unlike college, or you don't have a structured program. You basically you do self study. Anna classes, access to classes, good teachers, professors, they were all in Chennai. So that kind of, that city helped me, plus my own drive to be a chartered accountant. ട്രെയിനിങ് ഏത് കമ്പനിയിലായിരുന്നു? ഞാനൊരു S വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു മീഡിയം സൈസ്ഡ് ഫേം ആയിരുന്നു. they had nearly 40 chartered trainees at that time, and that really helped me to mold my training and education to a large extent. That contributed towards my CA success, and it kind of opened up a space. I was from a suburb in Chennai, and avidunnu njan mainstream Chennai city-lotte njan oru jolikku povunu, avada padikkan povunu ennu parayumbol it kind of opens you're coming out of your own comfort zone, and you get an opportunity to learn, and that really helped me. Okay. രാധികയുടെയും ഇതുപോലെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന പഠനകാലമായിരുന്നു കോളേജിലൊക്കെ എത്തിയപ്പോൾ? എന്റെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. കാരണം ഇപ്പൊ എനിക്ക് പ്രോപ്പർ ആയിട്ട് റെഗുലർ ആയിട്ട് സ്കൂൾ കോളേജിൽ പോവാന്നുള്ളത് ഉണ്ടായിരുന്നു. ഹരീഷിന് എന്ന് പറഞ്ഞാൽ CA എന്ന് പറയുമ്പോൾ പോവാൻ അങ്ങനെ ഒരു സ്ഥലമല്ല, ലിമിറ്റഡ് നമ്പർ ഓഫ് hours ആണുള്ളത് ഒരു ക്ലാസ്. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കുക. എനിക്ക് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് കോളേജിൽ പോവുക റെഗുലർ ആയിരുന്നു. എന്റെ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ. എന്താണ് കോമേഴ്സ് ഇഷ്ടപ്പെടാനുള്ള കാരണം? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് സയൻസും മാത്സും എന്റെ സബ്ജക്ട്സ് ആയിരുന്നില്ല. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് അത് പഠിക്കണം എന്നുണ്ടായിരുന്നില്ല 10th കഴിഞ്ഞപ്പോ. അപ്പൊ ഓക്കെ, വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് വെച്ച് ഓക്കെ കോമേഴ്സ് എടുക്കാം, അങ്ങനെയാണ് തുടങ്ങിയത്. പക്ഷെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ശരിക്കും ആക്ച്വലി ആ സബ്ജക്ട് ഇഷ്ടമാവാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ മാസ്റ്റേഴ്സ് എടുത്തത്. അതെ. ഓക്കെ. അപ്പൊ ശരിക്കും 5 വർഷമായിരുന്നു സെന്റ് തെരേസാസ് അല്ലേ? 5 വർഷം. 5 വർഷം. ഹരീഷ് CA പഠിക്കുന്ന സമയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. സിറ്റി കോർപ്പിൽ ബാക്ക് ഓഫീസ് ഓപ്പറേഷൻസ് വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. ഞാൻ വർക്ക് ചെയ്തായിരുന്നു. ആ കമ്പനിയിലാണോ ആദ്യമായി ശമ്പളം കിട്ടുന്നത്? അതെ. ആദ്യത്തെ ശമ്പളം കൊണ്ട് എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്ത് വാങ്ങി? ആദ്യത്തെ ശമ്പളം കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്.
എൻ്റെ മുത്തശ്ശനും അമ്മമ്മയ്ക്കും ഞാൻ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. For myself, I think I bought a mobile phone. എനിക്ക് ഓർമ്മയുണ്ട്, ഇത് ഏത് വർഷമായിരുന്നു? 1990 അല്ല സോറി 2002. Okay. 2002 I bought a mobile phone for myself. R220 സാംസങ്. അന്ന് ഇന്ത്യയിൽ അത് കിട്ടുമെന്നില്ല. എൻ്റെ ചേട്ടൻ അപ്പോൾ എൻ്റെ കസിൻ ബ്രദർ വാസ് ഇൻ ദുബായ്. അപ്പോൾ ഹി ഹാഡ് ബോട്ട് എ മൊബൈൽ ഫോൺ, സോ ഐ ബോട്ട് ഇറ്റ് ഫ്രം ഹിം. അതായിരുന്നു. പിന്നെ എൻ്റെ ഒരു യമഹ ബൈക്ക് ഉണ്ടായിരുന്നു, വെരി ക്ലോസ് ടു മീ. ഐ സോൾഡ് ഓഫ് വെൻ ഐ കെയിം ടു UK ബേസിക്കലി. അത് വളരെ ക്ലോസ് ടു മൈ ഹാർട്ട്. സോ ഐ ഹാഡ് സ്പെൻഡ് എ ലിറ്റിൽ മോർ മണി ഓൺ മൈ യമഹ ബൈക്ക് ടു കസ്റ്റമൈസ് ഇറ്റ് മച്ച് മോർ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സാലറി കിട്ടിയപ്പോൾ ഉണ്ടായ ഒരു സന്തോഷത്തെ പറ്റി ഒന്ന് പറയാം. എനിക്ക് 11,750 ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ശമ്പളം. സോ ആ സമയത്ത് അതൊരു വലിയ ശമ്പളമാണ്. നമുക്ക് ബേസിക്കലി അത് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ശരിക്കും അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ശമ്പളമാണ്. സോ ഐ വാസ് ക്വൈറ്റ് ഹാപ്പി. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പാർട്ടി കൊടുത്തു ഞാൻ. വിത്ത് മൈ സെക്കൻഡ് month salary, we were partying with my friends and all that. So ഒരു 2 years I lived in, I worked in that company, and that was one of my best period as a teenager. Having a Yamaha bike in Chennai and അടിച്ചു പൊളിക്കുന്ന സമയം. ഓക്കെ. രാധികയുടെ ആദ്യത്തെ ജോലിയെ പറ്റിയും ശമ്പളം കിട്ടിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് പറയാം. ഞാൻ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ബാംഗ്ലൂർ വർക്ക് ചെയ്തു. അതൊക്കെ വളരെ ഒരു ഷോർട്ട് പീരീഡ് ആണ് വർക്ക് ചെയ്തത്. പിന്നെ ഫസ്റ്റ് പക്ഷെ സാലറി കിട്ടുന്നത് ചെന്നൈയിൽ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരുന്നു. ചെറിയൊരു എമൗണ്ട്, പക്ഷെ ഭയങ്കര സന്തോഷമായി. നമ്മുടെ കയ്യില് കുറച്ച് പൈസ, ആരും ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, അതൊരു വേറെ ഫീലിംഗ് തന്നെയായിരുന്നു. എന്ത് ചെയ്തു ആദ്യത്തെ സാലറി? ആദ്യത്തെ സാലറി ഉണ്ട്. അപ്പൊ അന്ന് ഹരീഷിന്റെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ ഉള്ള സമയമായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ഹരീഷിന്റെ അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം, ഇപ്പൊ സാരി, ബാഗ്സ്, ഹാൻഡ് ബാഗ്സ്, അപ്പൊ അത് മേടിച്ചു കൊടുത്തു. വീട്ടിലേക്ക് ഒരു എന്തോ, എനിക്ക് ഓർമ്മയില്ല, എന്റെ വീട്ടിലേക്ക് ഞാൻ എന്തോ വാങ്ങിച്ചു. എനിക്ക് ജനറലി വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു. അങ്ങനെ എനിക്കൊരു വാച്ച് വാങ്ങിക്കൊടുത്തായിട്ട് ഹരീഷിനൊരു വാച്ച് മേടിച്ചു. അടിപൊളി. ഓക്കെ. ഇനി ഹരീഷിനോടൊരു ചോദ്യം. CA പഠിച്ചതിന് ശേഷം PwC ജോയിൻ ചെയ്തു. അപ്പൊ PwC ഒരു ബിഗ് 4 കമ്പനിയാണ്. അവരുടെ ഇന്റർവ്യൂ പ്രോസസ് ഒക്കെ വളരെ പ്രയാസമേറിയതാണ് നമുക്കറിയാം. അപ്പോ ആ കടമ്പകൾ ഹരീഷ് എങ്ങനെ കടന്നു, അതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുത്തു എന്നൊക്കെയാണ് പറയാം. ബിഗ് 4 ചേരുമ്പോൾ ഫസ്റ്റ് thing is your education background. Not only in your professional qualification, but starting from your school. We look at the record. Building up a consistent academic record will be very good for a big 4. That's the first thing. Second thing is you need to prepare for an interview. These days it's become more behavioral interview or cognitive test. Those days they were more technical questions. So and the interview was nearly for 2.5 hours. There were questions specifically on the technicalities of accounting standards, etc. But it is good to know and be prepared that there will be questions of those kinds. But innatha kalagattath there are more cognitive questions regarding how can you work in a work environment. The questions are more towards your employability. The employer really looks at whether you are employable in their organization. So things have changed. Okay. അപ്പോൾ ഹരീഷ് ചെന്നൈയിലാണ് കൂടുതൽ സമയവും ചെലവഴിച്ചത് ചെറുപ്പകാലത്ത്. പിന്നെ മാൽഡീവ്സിൽ നിന്ന് തിരിച്ചു വന്നതും ചെന്നൈയിലേക്ക് തന്നെയായിരുന്നു. ബാംഗ്ലൂരിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. ബാംഗ്ലൂരാണ് ജോയിൻ ചെയ്തത്. ഓക്കെ. അപ്പോൾ കേരളത്തിൽ നിന്നും കല്യാണം ആലോചിക്കാനുള്ള റീസൺ എന്തായിരുന്നു? അത് മലയാളിയാണെന്നുള്ള ഇതിനുപരി മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടായിരുന്നു? വേറെ ഒരു പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. We always had our roots close. My mom and dad always were close to Kerala. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വെക്കേഷൻസ് എല്ലാം ഞാൻ നാട്ടിലായിരുന്നു സ്പെൻഡ് ചെയ്തത്. മോം ആൻഡ് ഡാഡ് ഓൾവേസ് വി ആർ മോർ മലയാളീസ് ഇൻ ദാറ്റ് സെൻസ്. സോ അതുകൊണ്ടായിരുന്നു. ഓക്കെ. ഹരീഷിന്റെ അലയൻസ് വന്നപ്പോൾ ഉള്ള രാധികയുടെ റിയാക്ഷൻ, അന്നത്തെ ചിന്തകൾ ഒക്കെ ഒന്ന് പറയാമോ? എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഹരീഷിന്റെ പ്രപ്പോസൽ വരുന്നത്. അങ്ങനെ കുറച്ച് പ്രപ്പോസൽസ് നോക്കി. അപ്പൊ കേരള മാട്രിമോണി കൂടിയാണ് ഈ പ്രപ്പോസൽ വന്നത്, ഹരീഷിന്റെ പ്രപ്പോസൽ വന്നത്. അത് എൻ്റെ പാരൻസിന് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ബ്രദർ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നു. അമ്മ വാസ് ലൈക്ക് വെരി കീൻ ഈ ഒരു പ്രപ്പോസൽ. ആ സമയത്ത് ചങ്ങനാശ്ശേരിയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ ചങ്ങനാശ്ശേരിയുണ്ട്.
എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം അച്ഛന്റെ ബാങ്കിലേക്കാണ് ഇത് വന്നത്. അപ്പൊ അച്ഛൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വീട്ടിലേക്ക് വരും. അപ്പൊ ഈ ഫോട്ടോ ആയിട്ട് വന്നു. എനിക്ക് ഈ ഫോട്ടോ കണ്ടപ്പോ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ചൊരു ചെറിയ പ്രശ്നങ്ങള് പിന്നെ പെണ്ണ് കാണാൻ ഇവര് വന്നു. അതെ. അപ്പൊ ഹരീഷ് ആ സമയത്ത് മലയാളം സംസാരിക്കുമായിരുന്നു? ബ്രോക്കൻ മലയാളം മേ ബി വളരെ ഇത്രയ്ക്കും കുറവായിരുന്നു. വളരെ കുറവായിരുന്നു, ഇത്രയ്ക്കും ഫ്ലുവന്റ് ആയിരുന്നില്ല. Okay. ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോ ഇപ്പൊ രാധിക പറഞ്ഞല്ലോ ഫോട്ടോ കണ്ടു ഇഷ്ടമായില്ല, പക്ഷെ പെണ്ണ് കണ്ട് വന്ന 5 മിനിറ്റിൽ രാധിക എസ് പറഞ്ഞു. അത് വേറെ കാര്യം. പക്ഷേ ഫോട്ടോയിലല്ല കാര്യം. ആ സമയത്തൊന്നും ഞാൻ മലയാളം സംസാരിക്കില്ല. രാധികയോട് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ സംസാരിച്ച 5 മിനിറ്റിലും ഇംഗ്ലീഷാണ് ഞാൻ അതെ, മലയാളം സംസാരിച്ചത്. സംസാരിക്കില്ലായിരുന്നു ഹരീഷ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ബാംഗ്ലൂരേക്കാണോ പോയത്? അതെ. ഓക്കെ. ബാംഗ്ലൂർ എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ ബാംഗ്ലൂരിലൊരു ഞാൻ കല്യാണത്തിന് മുമ്പ് 2005 തൊട്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു, സെപ്റ്റംബർ തൊട്ടിട്ട്. ഐ സ്പെൻഡ് നിയർലി 2 years. പക്ഷെ രാധിക ഞാൻ ഒരുമിച്ച് ഒരു 6 മാസം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഷി വാസ് ക്യാരിങ് അനിരുദ്ധ്. സോ രാധിക ഫെബ്രുവരിയിൽ തിരിച്ചു പോയി, നാട്ടിൽ പോയി ഡെലിവറിക്ക് വേണ്ടി. ഞാൻ ഏപ്രിലിൽ ഐ ഗോട്ട് എ ട്രാൻസ്ഫർ ടു ചെന്നൈ. സോ ഐ ടുക്ക് അപ്പ് ദ ട്രാൻസ്ഫർ ആൻഡ് ഐ മൂവ് ടു ചെന്നൈ ആൻഡ് അനിരുദ്ധ് വാസ് ബോൺ വി വെർ ഇൻ ചെന്നൈ. ഓക്കെ. അനിരുദ്ധാണ് മൂത്ത മകൻ അല്ലേ? ഓക്കെ. രാധി കല്യാണം കഴിഞ്ഞ സമയത്ത് ഒബ്വിയസ്ലി ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഉണ്ടല്ലോ, തമിഴ് മലയാളം ബാരിയർ, അതിനെ എങ്ങനെയാണ് മറികടന്നത്? അല്ലെങ്കിൽ ആദ്യം നേരിട്ട പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു, പിന്നെ അതിനെ എങ്ങനെ മറികടന്നത്? അതായത് കല്യാണം തീരുമാനിച്ചപ്പോഴേ മനസ്സിലായി ഹരീഷിന് മലയാളം അത്ര ഒരു ഫ്ലുവന്റ് ആയിട്ടുള്ള ഒരു ഇതല്ല, ലാംഗ്വേജ് അല്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ആക്ച്വലി ടൈം സ്പെൻഡ് ചെയ്യണത്. അപ്പോഴാണ് മനസ്സിലായത് ഒട്ടും മലയാളം അറിയില്ല എന്നുള്ളത്. പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് പോയതും ഹരീഷിന്റെ ഒരു വല്യമ്മയുടെ വീട്ടിലായിരുന്നു, കോയമ്പത്തൂര്. എനിക്ക് അത് കണ്ടപ്പോ ആ ഷോക്ക് എനിക്ക് ഇപ്പോഴും, ആരും മലയാളം സംസാരിക്കുന്നില്ല. ഈവൻ ദോ അവർക്ക് മലയാളം അറിയുന്നവരാണെങ്കിലും പോലും ആരും സംസാരിച്ചിരുന്നില്ല. കാരണം അത്ര അവര് ജനിച്ചതും വളർന്നതും അവിടെയാണ്. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര ചേഞ്ച് ആയിരുന്നു. കാരണം ആരും മലയാളം സംസാരിക്കണില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. ഹരീഷ് ഇപ്പൊ മലയാളം സംസാരിക്കുന്നുണ്ട്. അന്ന് ബ്രോക്കൺ ആണ്, പക്ഷെ ഇപ്പൊ വളരെ നന്നായി സംസാരിക്കുന്നുണ്ട്. രാധിക തമിഴ് സംസാരിക്കും? ഞാൻ സംസാരിച്ചിരുന്നു, ചെന്നൈയിലായിരുന്നപ്പോ ഞാൻ മാനേജ് ചെയ്തിരുന്നു. ഇപ്പോഴും വേണമെങ്കിൽ മാനേജ് ചെയ്യും. ഓക്കെ. വീട്ടിൽ ഹരീഷ് എന്താണ്, തമിഴിലാണോ മലയാളത്തിലാണോ സംസാരിക്കുക? ഹരീഷിന് ഫസ്റ്റ്, അതായത് ഇപ്പൊ ഫ്ലുവന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തമിഴ് തന്നെയാണ് ഇപ്പോഴും. എന്നാലും പക്ഷെ മലയാളം സംസാരിക്കും. നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഏതാണ്? മലയാളം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഹരീഷ് തമിഴിൽ സംസാരിച്ചാലും എനിക്ക് മനസ്സിലാവും, പക്ഷെ ഞാൻ റെസ്പോണ്ട് ചെയ്യാം മലയാളത്തിലേക്ക്. ഓക്കെ. നിങ്ങൾ 2013 ഷാർജയിലേക്ക് 2 കുട്ടികളോടൊപ്പം കുടുംബത്തോടെ പോയി. അതെങ്ങനെ, അത് ജോലി എങ്ങനെ കിട്ടി? ജോലി കിട്ടിയിട്ടാണോ പോയത്, അവിടെ ചെന്നിട്ടാണോ ജോലി കിട്ടിയത്? അതൊക്കെ ജോലി കിട്ടിയിട്ടാണ് പോയത്. അർജുൻ, ഞങ്ങളുടെ രണ്ടാമത്തെ മോൻ ജനിച്ചതിന് ശേഷം ഐ വാണ്ടഡ് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് ദ ഫാമിലി. സോ ഐ വാസ് ലുക്കിംഗ് ഫോർ എ ജോബ് വെയർ ഐ കുഡ് ഡു എ ബിറ്റ് മോർ വർക്ക് ലൈഫ് ബാലൻസ്. എൻ്റെ ബിഗ് 4 ജേർണീസിൽ യു ട്രാവൽ എ ലോട്ട്. സോ ഐ വാണ്ടഡ് ടു റെഡ്യൂസ് ട്രാവൽ. സോ ആ സമയത്ത് എനിക്കൊരു ഓഫർ ഉണ്ടായിരുന്നു ഗൾഫ് ടിന്നർ എന്നൊരു കമ്പനിയിൽ. സോ ഐ ജോയിൻ ദർ. ഐ ഗോട്ട് എ ജോബ്. സോ ഐ ജോയിൻ ദർ. വി വെന്റ് ഇൻ ഡിസംബർ 2013. വി മൂവ് ടു ഷാർജ. ഓക്കെ. അവിടെ 4.5 വർഷം ഉണ്ടായിരുന്നു. ഗൾഫിലെ ജീവിതവും നാട്ടിലെ ജീവിതവും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് പറയാം. അതായത് നിങ്ങൾക്ക് എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ നാട്ടിലെ എന്തിനാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? ഗൾഫിൽ കഴിയുമ്പോൾ നാട്ടിലെ ശരിക്കും ഹോണസ്റ്റ്ലി അത് മിസ് ചെയ്യില്ല. ഒന്നും മിസ് ചെയ്യില്ല. ഡെഫിനറ്റ്ലി ലൈഫ് നമുക്ക് കൂടുതൽ കുറെ കൂടി എൻജോയ് ചെയ്യാനും പറ്റും. ഇപ്പൊ ഇൻ ദ സെൻസ് ഇപ്പൊ നമുക്ക് നാട്ടിലേക്ക് പോകണമെങ്കിലും ജസ്റ്റ് ഒരു 3.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമ്മുടെ നാട്ടിലെത്തി. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗേ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ഒരു അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ ആളുകളും എല്ലാവരും ഇഷ്ടം പോലെ അങ്ങനെ. അപ്പൊ ആ ഒരു ഫീലിംഗ് വളരെ വളരെ കുറവായിരുന്നു. അവിടെ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. അവിടെ more family than friends. ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ് എന്റെയും ഉണ്ടായിരുന്നു. രാധികയുടെ അനിയത്തി ഉണ്ടായിരുന്നു അവിടെ. ഷീ ഈസ് സ്റ്റിൽ ദേർ. സോ അവിടെ കുറേ കൂടി സോഷ്യൽ ലൈഫ് വാസ്, വി വർ വെരി ആക്റ്റീവ് സോഷ്യലി. നമുക്കൊരു അസോസിയേഷൻ ഉണ്ടായിരുന്നു, വൈറൽ അസോസിയേഷൻ ഉണ്ടായിരുന്നു. അതിലൊക്കെ നമ്മൾ വളരെ ആക്റ്റീവ് ആയിരുന്നു. സോ കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നോ ഷാർജയിൽ ജീവിതം? അവർക്ക് അവിടെ എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ്? അവർ ചെറിയ കുട്ടികളായിരുന്നു, എന്നാലും അവർക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ സെയിം അപ്പാർട്ട്മെന്റിൽ അതേ സ്കൂളിലേക്ക് പോണ കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവരായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ വീക്കെൻഡിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും, നമ്മുടെ ഫാമിലി ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ. എനിക്കവിടെ ഇൻവേരിയബിളി എവറി വീക്കെൻഡ് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ നമുക്ക് അപ്പൊ അങ്ങനെ ഒന്നും അവരും എൻജോയ് ചെയ്യുന്നതായിരുന്നു. ഹരീഷിന് സഹോദരങ്ങളുണ്ടോ? ഇല്ല. രാധികയ്ക്കോ?
എനിക്കൊരു അനിയത്തി ദുബായിലാണ്. ദുബായിലാണ്. ഓക്കെ. നിങ്ങൾ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു? ഷാർജ അതോ ദുബായ്? ഷാർജയിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഫാമിലി ഉണ്ടായിരുന്നു രാജ്യത്തേക്ക്. ഓക്കെ. നിങ്ങൾ 2018 ഹരീഷ് KPMG ജോലി കിട്ടി, UK വന്നു. അതിനുള്ള പ്രിപ്പറേഷൻ ഒന്ന് പറയാമോ? കാരണം ഇന്ത്യയിലായിരുന്നപ്പോ പ്രോബ്ലി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കണം ഇന്റർവ്യൂ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ മോൾഡീവ്സ്, സൗത്ത് ഇന്ത്യൻസ്. ഇവിടെ ഒരു വേറെ കൺട്രി UK ആ പ്രോസസ്സിന്റെ ഡിഫറൻസ് ഒന്ന് പറയാമോ? യെസ്. സോ മുമ്പ് പറഞ്ഞ പോലെ ഞങ്ങൾ 2017 ഒരു ടൂറിസ്റ്റ് ആയിട്ട് 2 ആഴ്ച അവിടെ ഉണ്ടായപ്പോൾ എൻ്റെ KPMG ഫ്രണ്ട്സിനായിട്ട് ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ അവര് that is the time I understood how the Big Four work in this country. It's not very different, but it is slightly different. Quite highly regulated market is UK. So more regulation than what you would see in developing countries. So there's a stark difference. Plus, the kind of questions, the kind of interview pattern is very different. In India, we focus on more technical skills. Here, the focus was more on employability, was more on your cognitive skills. For the questions were, what have we done and what are we going to bring to the table for them in the future, rather than how good are we in doing certain things. Okay. നിങ്ങൾ UK വരുന്നതിന് മുമ്പ് UK എന്ന രാജ്യത്തെ പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയും ഇവിടുത്തെ സമൂഹത്തെ പറ്റിയും കൾച്ചറിനെ പറ്റിയൊക്കെ എന്തെങ്കിലും മുൻധാരണകൾ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ലൈക് വന്ന് കണ്ടു, ഈ സ്ഥലം കണ്ടു, ലണ്ടൻ കണ്ടു, പിന്നെ നമ്മള് സ്കോട്ട്ലൻഡ് പോയി. അല്ലാതെ ഞാൻ കൂടുതലും ചോദിച്ചാൽ അത് നമ്മൾ ഈ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലേ? ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ എന്റെ അമ്മയുടെ ഒരു കസിൻ ഇവിടെ മാഞ്ചസ്റ്ററിലുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ, എന്നാലും നമുക്ക് വലിയൊരു പിക്ചർ ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് എനിക്ക് ഒരു 3 വർഷമെങ്കിലും നിയർലി 3 years പ്രോപ്പർ ആയിട്ട് അത് മനസ്സിലാക്കാൻ. അപ്പൊ അതിനെപ്പറ്റി അന്ന് ചിന്തിക്കുമ്പോ എക്സൈറ്റ്മെന്റ് ആയിരുന്നോ, പേടിയായിരുന്നോ, അതോ ഒരു അങ്കലാപ്പായിരുന്നോ, എന്തായിരുന്നു? എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു. പേടി ഇൻ ദ സെൻസ് കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമോ, എനിക്ക് ഇഷ്ടപ്പെടുമോ. പിന്നെ എനിക്ക് ദുബായ് ആ ലൈഫ് വിട്ടിട്ട് ഇങ്ങോട്ട് വരാന്നുള്ളത് ഒരു ഭയങ്കര, കാരണം എന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു, നമുക്കറിയുന്ന എല്ലാ ആളുകളും ഉണ്ട്, ഇവരെല്ലാരും വിട്ടിട്ട് ഞാൻ ഇവിടെ വരണം എന്നുള്ളത് എനിക്ക് ഭയങ്കര പേടിക്കണ ഒരു കാര്യമായിരുന്നു. ഇപ്പൊ 6 വർഷം യുകെയിലുണ്ട്. അപ്പൊ ഈ 6 വർഷം കൊണ്ട് അതിൽ എന്തെങ്കിലും ധാരണകൾ മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മാറി. എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഈ സ്ഥലം ഇഷ്ടമാണ്. ഇപ്പൊ ആരെങ്കിലും ഇവിടെ പുതുതായിട്ട് വരികയാണെങ്കിൽ, ഞാൻ ഇപ്പൊ ചില ചെറുപ്പം കുട്ടികളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ പറയാം, ചിലർ ഇത് സെയിം ഇപ്പൊ ഞാൻ കടന്നുപോയ അതേ ഇത് കൂടെ തന്നെ അവർ. അപ്പൊ ഞാൻ അവരോട് പറയാം, കുറച്ച് സമയം കൊടുക്കണം. അവര് പറയാം നമുക്ക് ഇവിടെ പറ്റുന്നില്ല, അവിടുത്തെ വെതർ അങ്ങനെയാണ്. എനിക്ക് 3 കൊല്ലം എടുത്തു പ്രോപ്പർ ആയിട്ട് ഇവിടെ ഒന്ന് മനസ്സിലാക്കി ഇവിടെ ഇഷ്ടപ്പെടാൻ. അപ്പൊ പ്രോബബ്ലി ഞാൻ അതായിരിക്കും അവരോട് പറയാം, സമയം എടുക്കും എന്നുള്ളത്. നിങ്ങൾ ഷാർജയില് അവിടെ ഫാമിലി ഉണ്ടായിരുന്നു, ഫ്രണ്ട്സിനെ കണ്ടെത്താൻ ഈസി ആയിരുന്നു. ഇവിടെ അതുപോലെ ആയിരുന്നോ? ഇവിടെ അത്ര നമുക്ക് അവിടുത്തെ അത്ര ഈസി ആയിരുന്നില്ല ഇവിടെ. കാരണം ഇവിടെ എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു. നമ്മൾ തന്നെ മനസ്സിലാക്കി നമ്മൾ തന്നെ ചെയ്യാം. അവിടെ നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളുകളുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മൾ തന്നെ പലതും മനസ്സിലാക്കി. അതൊരു വലിയ ലേണിംഗ് ആയിരുന്നു നമുക്ക്. നമ്മുടെ ക്രിക്കറ്റ് ക്ലബും നമ്മുടെ സോഷ്യൽ സംഘടനകളും, തമിഴ് അസോസിയേഷൻ ഓഫ് ബ്രിസ്റ്റൽ, അങ്ങനത്തെ സംഘടനകൾ ഡെഫിനറ്റ്ലി ഹെൽപ്സ് ഫോർ സോഷ്യൽ ലൈഫ് ഇൻ ദിസ് കൺട്രി. ഇഫ് യു ആർ ആസ്കിംഗ് what are the some of the initial cultural shocks what we had, I can probably narrate one incident. ഞാനും രാധികയും അനിരുദ്ധിന്റെയും അർജുന്റെ സ്കൂളിൽ എൻഡ് ഓഫ് സ്കൂൾ സമ്മർ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സ് നമ്മൾ സ്കൂളിൽ സമ്മർ പാർട്ടിക്ക് വിളിച്ചപ്പോൾ they were serving alcohol in the school. I mean, they were selling alcohol in the school, which was a real shocker for us. നമ്മുടെ നാട്ടില് സ്കൂളിൽ വെച്ച് ഒരിക്കലും ചെയ്യാത്ത ഒരു ദുബായിലോ ഷാർജയിലോ കാണാത്ത ഒരു സംഭവം ഇവിടെ. That was our initial period for probably the second month for us in UK. So those were some of the cultural alignment which we had to make over a period in time. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പബ്ബിൽ പോകുന്നതൊക്കെ വളരെ നോർമലായ കാര്യങ്ങളാണ്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ വന്ന സമയത്ത് ആലോചിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ വന്ന അടുത്ത ദിവസമായിരുന്നു പ്രിൻസിന്റെ വെഡിങ് അല്ലേ? പ്രിൻസ് ഹാരിയുടെ വെഡിങ് ആയിരുന്നു. സോ all the pubs were actually full. They were advertising about royal wedding and royal meal. So നമ്മൾ
we didn't know what it was, so Yeah. we were just trying to understand what is happening in UK at that time. There was the second day or third day. We came in May 2018. So നമുക്ക് പിള്ളേരെയും കൊണ്ട് പബ്ബിൽ പോയി ഫുഡ് കഴിക്കുന്നതോ എന്താ പറയാ അവരുടെ കൂടെ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിക്കുന്ന ഒരു കൾച്ചർ ഇനീഷ്യലി ഇറ്റ് വാസ് നമുക്ക് അറിയാത്ത ഒരു കൾച്ചർ ആയിരുന്നു. ബട്ട് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ട്രഡീഷൻ ഇൻ ദിസ് കൺട്രി ആൻഡ് വി ആർ നൗ യൂസ്ഡ് ടു ഇറ്റ്. ഓക്കെ. നിങ്ങൾ UK വന്ന് ആദ്യത്തെ ഒരു 1-2 വർഷങ്ങളിൽ ഇന്ത്യയെ കുറിച്ച് ഓർക്കുമ്പോൾ ഏറ്റവും മിസ് ചെയ്തിരുന്നത് എന്താണ്? എന്നാൽ ഷാർജയിൽ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അത്ര മിസ് ചെയ്തില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കോട് ഇന്ത്യയെക്കാളും കൂടുതൽ ഞാൻ മിസ് ചെയ്തത് ഷാർജയാണ്. നമ്മളിവിടെ മെയ് വന്നു, ജൂലൈയിൽ സ്കൂൾ കൂട്ടിയപ്പോ ഞാനും മക്കളും നാട്ടിലേക്ക് പോയി. എനിക്ക് ഫസ്റ്റ് പോകണമെന്നുണ്ടായിരുന്നത് ദുബായിലേക്ക് പോകണമെന്നായിരുന്നു. നാട്ടിലേക്ക് പോകണേക്കാളും എനിക്ക് ദുബായിലേക്ക് തിരിച്ചു പോകണം. എനിക്ക് കാരണം അന്ന് എനിക്ക് ആരെയും അറിയില്ല ഇവിടെ. എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടില്ല. സ്കൂളിൽ ഇപ്പൊ അർജുനെ ഡ്രോപ്പ് ചെയ്യാൻ പോകും, നമ്മുടെ രണ്ടാമത്തെ ആളെ ഡ്രോപ്പ് ചെയ്യാൻ പോകുമ്പോ കാണുന്ന കുറച്ച് ഫേസസേ ഉള്ളൂ. അത് ജസ്റ്റ് ഒരു ഹായ് ബൈ, അല്ലാതെ കൂടുതൽ നമ്മള് സംസാരിക്കാൻ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. അപ്പൊ ജൂലൈ ആയപ്പോഴേക്കും ഞാൻ നാട്ടിൽ പോയി. അപ്പൊ ഞാൻ ഹരീഷിനോട് പറഞ്ഞു ഞാൻ പോവാണ്, നാട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പോണെന്നുണ്ടായിരുന്നത് ദുബായിലേക്കാണ് പോണം എന്ന് തോന്നിയത്. നിങ്ങൾ ഇവിടെ വന്ന സമയത്ത് അത് ഒബ്വിയസ്ലി 2 കുട്ടികളുമായിട്ടാണ് വന്നത്. അവർ സ്കൂളിൽ പോകുന്ന പ്രായമാണ്. അപ്പൊ അവർക്കുള്ള സ്കൂളിംഗ് അറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ ഈ വീട് വാങ്ങാനും ഒക്കെയുള്ള ഒരു ഇനിഷ്യൽ ബുദ്ധിമുട്ടുകൾ അല്ലെ അതിന്റെ ഉള്ള പ്രോസസ്സുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. I would advise everybody who are planning to visit or the intention is to stay longer in UK is get into the property ladder as soon as possible. So that will be my first advice. ഈ advice എനിക്ക് കിട്ടിയത് ദുബായിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ our HR manager or HR head of HR was a British. So he told me that the first thing is whatever money you have saved in Dubai, use that as a deposit to buy and get into a property ladder in UK, because UK property ladder is a UK property prices have always increased. There's hardly been a time where there was a decline. It's unlike other markets where you could see a fluctuation. It's quite stable and the rents are quite high, and it's very important for us to get into the market. So my intention was very clear. So from probably 4th month or 5th month after landing, I started hunting for a house. It took me a year for us to actually sign exchange contracts. There are multiple processes. So first thing first, നമ്മൾ ഇവിടുത്തെ ലോക്കൽ റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ബുക്കിംഗ്സ് അറേഞ്ച് ചെയ്യുക. നമ്മളൊരു ബഡ്ജറ്റ് തീരുമാനിക്കുക. ഒരു ഐ വുഡ് സേ 15 to 20% ഡെപ്പോസിറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. It's a 500,000 property, so you should think of having at least 100,000 in your as a deposit. So ഹരീഷ് ആ ഡിപ്പോസിറ്റ് എമൗണ്ടുമായിട്ടാണോ ദുബായിൽ നിന്നും ഇവിടേക്ക് വന്നത്? ഒരു വർഷം എടുത്തു എന്ന് പറഞ്ഞല്ലോ. അതായത് വീട് കണ്ട് വീട് കണ്ട് ഇഷ്ടമായി ഓഫർ കൊടുത്തത് മുതലാണോ ഒരു വർഷം എടുത്തത്, അതോ വീട് നോക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഒരു വർഷം എടുത്തു? ഓക്കെ. വീട് കണ്ട് ഇഷ്ടപ്പെട്ട് ഓഫർ കൊടുത്തത് മുതൽ എക്സ്ചേഞ്ച് ചെയ്യുന്നവരെ എത്ര സമയം എടുത്തു? ഏപ്രിൽ ടു സെപ്റ്റംബർ, ഒരു 5 മാസത്തോളം എടുത്തു. ഓക്കെ. അപ്പൊ ഈ സ്കൂളിന്റെ കാര്യം പറഞ്ഞപ്പോ സ്കൂളിന്റെ അടുത്ത് വീട് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അതൊരു ക്രൈറ്റീരിയ ആണല്ലേ? ഇവിടെ സ്റ്റേറ്റ് സ്കൂൾസിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ദേ ഹാവ് എൻ കാച്ച്മെന്റ് ഏരിയ. സോ ഒരു റേഡിയസ് ഉണ്ട്. ആ റേഡിയസിനുള്ളിൽ ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് പ്രിഫറൻസ് ഗിവൻ ടു കിഡ്സ് ജോയിനിങ് ദ സ്കൂൾ. അപ്പൊ നമുക്കൊരു നല്ല സ്കൂളിൽ ചേർക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു കാച്ച്മെന്റ് ഏരിയയിൽ നമ്മൾ വീട് കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഗുഡ്. സോ സ്കൂളിനെ കുറിച്ച് അധികം ആധികാരികമായിട്ട് അറിയണമെങ്കിൽ രാധികയോട് ചോദിക്കാം. ഓക്കെ. സ്റ്റേറ്റ് സ്കൂൾ എന്ന് ഹരീഷ് പറഞ്ഞു. സ്റ്റേറ്റ് ഫണ്ടഡ് സ്കൂൾസ് ആണ്. നമ്മുടെ നാട്ടിലും ഉണ്ട് സ്റ്റേറ്റ് സ്കൂളുകളുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടില് സ്റ്റേറ്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വേണോ പോണോ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനത്തെ തോട്ട് പ്രോസസ്സിലാണ്. ഓക്കെ സ്റ്റേറ്റ് അപ്പൊ നമ്മളായി ഇപ്പൊ ഹരീഷ് പറഞ്ഞ പോലെ അതിന്റെ ഓഫ്സെറ്റ് റേറ്റിംഗ് മാത്രമാണോ നോക്കുന്നത്, ലൈക് ഔട്ട്സ്റ്റാൻഡിംഗ് ആണോ, അതനുസരിച്ചിട്ട് പാരന്റ്സ് വില്ലിംഗ് ആണ്. പിന്നെ ലൈക് ചിലപ്പോ പാരന്റ്സ് ഡിസൈഡ് ചെയ്യുന്നില്ല ഇത് വേണ്ട. ഇപ്പൊ 2 പാരന്റ്സും വർക്കിംഗ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയായിരിക്കും ഓക്കെ എന്തുകൊണ്ട് എന്നാ ഒരു പ്രൈവറ്റ് സ്കൂൾ അഫോർഡ് ചെയ്യാം. കാരണം പ്രൈവറ്റ് സ്കൂൾ അഫോർഡ് ചെയ്യാൻ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെയാണെങ്കിൽ പാരന്റ്സ് ഡിസൈഡ് ചെയ്യും. ഇപ്പൊ 2 പേരും വർക്കിംഗ് ആണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുട്ടികളോട്. രാധികയോട് സ്കൂളിനെ പറ്റി മറ്റൊരു ചോദ്യം കൂടെ. ഇപ്പോൾ ഒരു സ്കൂളിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആണല്ലോ. അപ്പോ ടീച്ചർ പ്യൂപ്പിൾ ഇന്ററാക്ഷൻസിനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല സ്റ്റോറികളും വരാറുണ്ട്. കാരണം ആ ഒരു ഇന്ററാക്ഷന്റെ ഒരു നേച്ചർ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ 20 വർഷം. ഇവിടെ എങ്ങനെയാണ് എന്നൊന്ന് പറയാമോ?
ഇവിടെ ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലത്ത് അപ്പൊ നമുക്ക് ആ ഒരു നമ്മളെങ്ങനെയായിരുന്നു ടീച്ചറായിട്ട്, ടീച്ചർ എന്ന് പറഞ്ഞാൽ ചില ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടിയാണ്. ആ ടീച്ചറുടെ ക്ലാസ് ആണ്. ഈവൻ കോളേജസിലും കൂടി എനിക്ക് ഓർമ്മയുണ്ട്, ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ആ ടീച്ചറുടെ ക്ലാസ് ആണ് നമുക്കൊരു പേടിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പേടി കുട്ടികൾക്കില്ല. കാരണം നമ്മൾ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടാണ് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അവരെ അങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ കുട്ടിക്ക് ഒരു ടോപ്പിക് അറിഞ്ഞില്ലെങ്കിൽ നമ്മള് ആ കുട്ടീനെ ക്ലാസ് അല്ലാണ്ട് എല്ലാവരുടെ മുമ്പിൽ ഓക്കെ ഇതാ മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു ഇതേ അല്ല. ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഓരോ കുട്ടികളുടെയും കഴിവിന്റെ വ്യത്യാസം അനുസരിച്ച് ആണ് അതെ. ഫോക്കസ് കൊടുക്കുന്നത് അതെ. അല്ലേ? ഇപ്പൊ ആ കുട്ടിക്ക് ഇപ്പൊ ഒരു ഇംഗ്ലീഷിൽ വർക്ക്ഷീറ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ കുട്ടിയുടെ കാലിബർ അനുസരിച്ചിട്ട് ഈ കുട്ടിക്ക് ഇതാണ് പറ്റാന്നുണ്ടെങ്കിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. ഇപ്പൊ ആ കുട്ടിക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പ്രോബബ്ലി ഇയർ 3 ആ കുട്ടിക്ക് ഇയർ 4 ചിലപ്പോൾ കാരണം നമുക്കറിയാം ആ കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റും. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടില്. കാരണം അതുകൊണ്ടാണ് ഈ നാട്ടിൽ നമുക്ക് ഇത്രയും പ്രഷർ കുട്ടികൾക്ക് അത് ചെയ്യണം. അതുകൊണ്ട് പ്രൈവറ്റ് ട്യൂഷൻസിന് നമുക്ക് പറഞ്ഞയക്കും കൂടുതലായിട്ട്. ഇവിടെ അങ്ങനത്തെ കാണാൻ വളരെ വളരെ കുറവാണ്. ഓക്കെ ഓക്കെ. നമ്മൾ യു കെയിലേക്ക് വരുന്ന ഇന്ത്യക്കാർ മുൻകൂട്ടി പ്രതീക്ഷിക്കാത്ത മറ്റു പല ചെലവുകളും ഇവിടെയുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. IHS സർചാർജ്, അതായത് നമുക്ക് ഇവിടെ വന്നാൽ നാഷണൽ ഹെൽത്ത് സർവീസിന് ആക്സസ് കിട്ടും. അതിനുവേണ്ടി UK ഗവൺമെന്റ് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ ISS സർചാർജ് പേ ചെയ്യാൻ പറയുന്നു. അത് ഒരു സിഗ്നിഫിക്കൻറ്റ് amount ആണ്. മിക്കവാറും എംപ്ലോയേഴ്സ് won't take that charge, so it has to be paid by the individual. I'm exactly not sure how much it is, but it's around 1,600 per head per year. Okay. പിന്നെ ഇവിടെ വീടെടുക്കാൻ പോകുമ്പോൾ you'll have to put in a 5 weeks deposit. So that's a significant റെന്റിന് എടുക്കുമ്പോൾ ഒരു 5 weeks deposit കൊടുക്കണം. അതും ഒരു സിഗ്നിഫിക്കൻറ്റ് amount ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഇവിടെ വീടെടുക്കാൻ നോക്കുമ്പോൾ നമ്മളും നമ്മുടെ വൈഫും നമ്മൾ കോഹാബിറ്റേഷൻ അതിൻ്റെ ഒരു പ്രൂഫ് കാണിക്കണം. ഒരു ജോയിന്റ് അക്കൗണ്ട് ഇസ് എ ഗുഡ് പ്രൂഫ്. ആഡ് ഓൺ ക്രെഡിറ്റ് കാർഡ് where you get a credit card statement in both your names is a good proof. So idokke at least they need a proof of cohabitation for at least 1 year. So you should be prepared that you come with those kind of evidences. Okay. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മാസത്തോറുള്ള സ്ഥിരമായിട്ടുള്ള ചെലവുകൾ, നമ്മുടെ കൗൺസിൽ ടാക്സ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് കൗൺസിൽ ടാക്സ്. പിന്നെ TV ലൈസൻസ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇപ്പോൾ BBC കാണണമെങ്കിലും ഇല്ല ലൈവ് പ്രോഗ്രാംസ് കാണണമെങ്കിലും we just need a TV license. That's around £175 a year. നമുക്ക് നാട്ടിൽ അതുപോലെ കാർ വാങ്ങിക്കുന്ന സമയത്ത് കാർ ടാക്സ് നമ്മൾ 15 വർഷത്തേക്ക് അടയ്ക്കും. ഇവിടെ അതുപോലെയാണോ? അല്ല, ഇവിടെ it's an annual thing or you do it on a monthly basis. Okay. It's an annual tax. And 3 കൊല്ലത്തിനും ശേഷം ഒരു കാർ MOTക്ക് കൊണ്ടുപോകണം. സോ നാട്ടിൽ അങ്ങനെയല്ല, 15 കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ കാറിനെ ഫിറ്റ്നസ് ടെസ്റ്റിന് കൊണ്ടുപോകുന്നത്. ഇവിടെ എല്ലാ കൊല്ലം MOT ചെയ്യണം. So that's around 45 to 50 pounds depending upon the provider. 45 pounds a year. So ഇങ്ങനത്തെ ചില വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. നമുക്ക് ഹരീഷിനോട് ഇനിയും ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്ക് 2 ഫൺ ക്വസ്റ്റ്യൻ റൗണ്ട്സ് ചെയ്യാം. ഞാനിത് ടേബിളിൽ കമഴ്ത്തി വെക്കും ഈ കാർഡുകൾ. നിങ്ങൾ ഓരോരുത്തരായി മാറി മാറി ഒരു കാർഡ് പിക്ക് ചെയ്യണം. ആ കാർഡിന്റെ നമ്പർ ഏതാണോ അതിൽ നിന്നുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഓക്കെ. എൻ്റെ കയ്യിൽ 10 ചോദ്യങ്ങളുണ്ട്. ഞാൻ 10 കാർഡുകൾ ടേബിളിൽ കമഴ്ത്തി വെക്കും. നിങ്ങൾ ഇത് കാണാതെ പിക്ക് ചെയ്യണം. നിങ്ങൾ ഏത് നമ്പർ പിക്ക് ചെയ്യുന്നോ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ഓക്കെ. രാധിക ഒരു കാർഡ് പിക്ക് ചെയ്യും. പിക്ക് ചെയ്തിട്ട് മലർത്തി വെച്ചോളൂ. ഓക്കെ. ചോദ്യം നമ്പർ 5. രാധികയ്ക്ക് അറിയാവുന്ന മറ്റാരേക്കാളും നന്നായി ഹരീഷ് ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? കുക്ക് ചെയ്യും. എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കിച്ചണില്. അതെനിക്ക് പല ദിവസങ്ങളും വളരെ യൂസ്ഫുൾ ആയിട്ട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ഹരീഷ് ഒരു കാർഡ് പിക്ക് ചെയ്യും. ഓക്കെ. ചോദ്യം 6. രാധികയെ പറ്റി ഹരീഷ് മനസ്സിലാക്കിയ ഏറ്റവും സർപ്രൈസിംഗ് ആയ ഒരു കാര്യം? ഇപ്പോഴോ കല്യാണം കഴിഞ്ഞ എപ്പോഴായാലും. രാധിക ഡാൻസ് കളിക്കും. ട്രെയിൻ ചെയ്ത ഇഫ് ഷീ പ്രാക്ടീസസ് ഷീ ക്യാൻ പെർഫോം. ദുബായിൽ ഐ തിങ്ക് ഷീ ഹസ് ഡൺ കപ്പിൾ ഓഫ് ഡാൻസ് പെർഫോം. ഐ മീൻ
പ്രൊഫഷണൽ ലെവലിലല്ല, സോഷ്യൽ ഇവന്റ്സിൽ, which was quite surprising because she's generally an introvert, and for her to be able to perform ഒരല്പസമയം ട്രെയിനിങ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡാൻസ് ചെയ്യാൻ പറ്റും. അടിപൊളി. നമുക്കൊരു പുതിയ അറിവാണ്. രാധിക ഇനി ഒരു കാർഡ് പിക്ക്. ഓക്കെ, ചോദ്യം 7. ഹരീഷ് ഏതെങ്കിലും കാര്യത്തിൽ വേൾഡ് ഫേമസ് ആകുമെങ്കിൽ അതെന്തിലായിരിക്കും? വർത്തമാനം പറയുന്നതിൽ ഗിന്നസ് റെക്കോർഡ് അല്ലേ? ഏറ്റവും കൂടുതൽ തുടർച്ചയായി നിർത്താതെ സംസാരിക്കുന്ന ചെന്നൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും സംസാരിക്കും. അത് കേൾക്കാൻ ആളുകളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് ഗിന്നസ് റെക്കോർഡിൽ ഒരു ഐറ്റം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഹരീഷ് ഒരു കാർഡ് പിക്ക് ചെയ്യും. ഓക്കെ, ചോദ്യം നമ്പർ 2. രാധിക എപ്പോഴും ചെയ്യണം എന്ന് നിങ്ങൾ രഹസ്യമായി ആഗ്രഹിക്കുന്ന ഒരു വീട്ടുജോലി എന്താണ്? ഇത് ശരിക്കും രാധികയോട് വരേണ്ട ചോദ്യമായിരുന്നു, പക്ഷെ ഹരീഷിന് കിട്ടിപ്പോയി. There's nothing. I mean, there's nothing specific. She does everything at home. എന്നാ വീട്ടുപയോഗിച്ച് വിട്ടിട്ട് മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ. രാധിക എപ്പോഴും ഞാനൊരു ആഗ്രഹിക്കുന്ന ഒരു കാര്യം, she needs to have friends. Okay. I think she has very less friends in life. Quality friends. Very few but high quality. നമ്മളൊക്കെ. രാധിക ഒരു കാര്യം പിക്ക്. ഓക്കെ, ചോദ്യം നമ്പർ 1. രാധികയും ഹരീഷും ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറുകയാണെങ്കിൽ, അത് റോൾ റിവേഴ്സൽ, ഒരു ദിവസം രാധിക ഹരീഷായി മാറുന്നു, ഹരീഷ് രാധികയായി മാറുന്നെങ്കിൽ രാധിക ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? അപ്പൊ ആലോചിക്കാം, ഇപ്പൊ രാധിക ഹരീഷാണ്, ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? ഞാൻ എന്തായാലും ഹരീഷിനെ കുറെ കൂടി ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങള് ചെയ്യാം. ഹരീഷ് അത്ര ഇതല്ല. അപ്പൊ ആദ്യം തന്നെ വീടൊക്കെ അലങ്കോലമാക്കും ആണോ? രാധിക ആലോചിക്കുക, രാധിക ഇപ്പൊ ഹരീഷാണ്, അപ്പൊ ആദ്യം എന്ത് ചെയ്യും? രാധിക പെട്ടെന്ന് നാളെ രാവിലെ എഴുന്നേക്കും 6 മണിക്ക് ഉണരുമ്പോൾ ഹരീഷായിട്ടാണ് കൊണ്ടുവരുന്നത്. ഹരീഷ് ആണെങ്കിൽ 6 മണിക്ക് ഉണരില്ല. അപ്പൊ ഹരീഷായിട്ട് രാധിക എന്ത് ചെയ്യും ആദ്യം? ഫ്രണ്ട്സിനോടുള്ള കോള്, ക്രിക്കറ്റ് കളിക്കാൻ പോവാ, ഇതൊക്കെ ആയിരിക്കും ആദ്യം ചെയ്യാം. ഓക്കെ ഓക്കെ, ഹരീഷ് ഒരു കാർഡ് പിക്ക്. ഓക്കെ, ചോദ്യം നമ്പർ 9. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ, ഓക്കെ, ചെയ്യാൻ താല്പര്യമില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ല, അപ്പൊ ഹരീഷിന് ആഗ്രഹമുണ്ട് രാധിക ഒരു കാര്യം ചെയ്യണം, പക്ഷെ രാധികയ്ക്ക് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി രാധിക പറഞ്ഞിട്ടുള്ള ഏറ്റവും കോമഡി ആയിട്ടുള്ള എക്സ്ക്യൂസ് എന്താണ്? ബാംഗ്ലൂരില് ഒരു ദിവസം കല്യാണം കഴിഞ്ഞ പുതിയതില്, മേ ബി 2nd month 3rd month, രാധിക്ക് അന്ന് കുക്കിംഗ് ഒട്ടും അറിയില്ല. ഓക്കെ, ഞാൻ കുറച്ച് അല്പം കുക്ക് ചെയ്യും, പക്ഷെ രാധിക കുക്കിംഗ് ഒട്ടും അറിയില്ല. രാധിക സോഫയിൽ കിടപ്പാണ്, നല്ല തണുപ്പാണ് ബാംഗ്ലൂരിൽ, നല്ല പുതച്ച് മൂടി കിടപ്പാണ്. അപ്പം ഞാനിങ്ങനെ ജോലി ചെയ്യുന്നു, ജോലി ചെയ്തിട്ട് വന്ന് ഞാൻ ഡിന്നർ റെഡി ആണോ എന്ന് ചോദിക്കുന്നു. ഡിന്നർ റെഡി അല്ല. അപ്പം രാധിക ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്യാത്ത? പച്ചക്കറി ഒന്നുമില്ല. വീട്ടിലില്ലേ, മാർക്കറ്റിൽ പച്ചക്കറി ഇല്ല, അതുകൊണ്ട് ഞാനൊന്നും കുക്ക് ചെയ്തില്ല. സോ അതാണ്, ഐ വാസ് ലൈക്ക് ഷോക്ക്ഡ്. ഓക്കെ ഓക്കെ, ആ ചോദ്യം നമുക്ക് ഒരാൾ മാത്രം ഒതുക്കാൻ പറ്റില്ല. അതുപോലെ രാധികയ്ക്ക് എന്തെങ്കിലും എക്സാമ്പിൾ പറയാനുണ്ടോ? അതായത് ഹരീഷ് ചെയ്യണമെന്ന് രാധിക അങ്ങേയറ്റം ആഗ്രഹിച്ച ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി ഹരീഷ് പറഞ്ഞൊരു എക്സ്ക്യൂസ്, വളരെ കോമഡി ആയ എക്സ്ക്യൂസ്. എക്സ്ക്യൂസ് അല്ല, ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ പുറത്ത് പോവാന്ന് പറയുകയാണെങ്കിൽ, ആശയ പോവാം, റെഡി ആവാം എന്ന് പറയും. ഹരീഷ് ആ സോഫയിൽ നിന്ന് അനങ്ങില്ല, അവിടെ ഒരു സോഫ ഉണ്ട്, അവിടെ നിന്ന് അങ്ങനെയിരിക്കും. അത് നമ്മൾ പോവല്ലേ. അപ്പൊ എപ്പോഴും എന്നെ കാണുമ്പോ, ഇപ്പൊ ഞാൻ മുകളിൽ വരികയാണ്, താഴത്തേക്ക് ഇറങ്ങി സ്റ്റെപ്സ് ഇറങ്ങി ആ റൂമിലേക്ക് വരാണ്, നമ്മൾ പോവല്ലേ. അപ്പൊ നമ്മൾ റെഡിയല്ല, നമുക്ക് വേറെ കുറെ പണികളുണ്ടോ. പിന്നെ അഗൈൻ എന്നെ കാണുമ്പോ ചോദിക്കും, ആളായിട്ട് അതൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരിക്കലും ഓക്കെ നമുക്ക് പോവാന്നുള്ളത്. അപ്പൊ എനിക്ക് മനസ്സിലായി എത്രത്തോളം അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അതെ, അങ്ങനെ ഒരു എപ്പോഴും ചെയ്യാറ്. ഓക്കെ, രാധിക ഒരു കാർഡ് പിക്ക്. ഓക്കെ, ചോദ്യം 3. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. രാധികയും ഹരീഷും മരുഭൂമി പോലെയുള്ള ഒരു ദ്വീപിൽ, അവിടെ ഒന്നുമില്ല, ഓക്കെ, ജസ്റ്റ് ഒരു ദ്വീപിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി നിൽക്കുക. ഓക്കെ, നിങ്ങൾ കപ്പലോ ബോട്ടോ മുങ്ങിയിട്ട് നിങ്ങൾ രണ്ടുപേരും നീന്തി അവിടെ എത്തി. അവിടെ വേറെ ഒന്നുമില്ല. നിങ്ങൾ ആദ്യം വഴക്കുണ്ടാക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും? എങ്ങനെ ഇവിടെ എത്തി? ആര് കാരണം ഇവിടെ എത്തി?
നിങ്ങൾ കാരണമെന്ന് ഞാൻ പറയും. ആ. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് നമ്മളോട് ഒന്ന് പെട്ടുപോയി എന്ന് പറയാം. അതെ, അങ്ങനെ തുടങ്ങും അടി. ഹരീഷ് ആണെങ്കിലോ? സെയിം തിങ്. ഐ തിങ്ക് ബിക്കോസ് ഓഫ് യു അതുണ്ടാവും. ഇതിന്റെ ആയിരിക്കും എന്തായാലും. ഓക്കെ, അവിടെ തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതെ, അതെവിടെ എത്തും. ഓക്കെ, ഹരീഷ് പിക്ക്. ഓക്കെ, ചോദ്യം 4. രാധികയുടെ ജീവിതകാലം മുഴുവൻ ഒരു ഭക്ഷണം മാത്രമേ കഴിക്കാൻ കഴിയുമെങ്കിൽ അതെന്തായി? the world famous തൃശ്ശൂർ പറഞ്ഞിട്ട് വേണം നമ്മൾ തരാൻ. അല്ല, ഐ തിങ്ക് ഇറ്റ് വിൽ ബി പാനിപൂരി, ചാട്ട്, ചോലെ ഭട്ടൂരെ, പാനിപൂരി, ബേൽപൂരി. ഓക്കെ, അപ്പൊ ചാട്ട് ഐറ്റംസ് ശരിയാണോ രാധിക? അതെ. ഓക്കെ, ഹരീഷിനെ പറ്റി രാധിക പറയാനുള്ളത്? ചോറ്, രസം. ആ. ഓക്കെ, അത് ഏറ്റവും ഏറ്റവും ഓക്കെ, രാധിക. മുളകൂശി എന്ന് പറയുന്നത്. ഓക്കെ, 8ാമത്തെ ചോദ്യം. ഹരീഷിന് ടൈം ട്രാവൽ ചെയ്യാൻ കഴിയുമെങ്കിൽ, അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ ഹരീഷ് ആദ്യം എവിടെ പോകും? എനിക്കാണോ പ്രോബബ്ലി നമ്മള് കല്യാണം കഴിഞ്ഞ ഒരു സമയത്ത് ഹരീഷ് ഇപ്പോഴും ഇടയ്ക്ക് പറയണ കേൾക്കാറുണ്ടായിരുന്നു, എനിക്ക് രാത്രി ഇരിക്കാൻ പറ്റാറില്ല, വർക്ക് ചെയ്യാൻ പറ്റാറില്ല. പ്രോബബ്ലി അങ്ങനെ ഒരു കംപ്ലൈൻസും ഇല്ലാണ്ട് എത്ര നമ്പർ ഓഫ് ഹവേഴ്സ് വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യലും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതായിരിക്കാം. ഓക്കെ, രാധിക ആണെങ്കിലോ? രാധികയ്ക്ക് പാസ്റ്റിലുള്ള ഏത് സമയത്തേക്കും പോവാം? എനിക്കാണ് പ്രോബ്ലം എന്റെ കോളേജ് ആ ഒരു ടൈം, അതൊരു ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു, പ്രത്യേകിച്ച് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത്. അവിടേക്ക് തിരിച്ചു. ഓക്കെ, ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹരീഷ്. ഓക്കെ, 10ാമത്തെ ചോദ്യം. ഹരീഷ് ഇപ്പോൾ ചെയ്യാത്ത പക്ഷെ ഹരീഷ് ചെയ്യണം എന്ന് രാധിക രഹസ്യമായോ പരസ്യമായോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഹരീഷ് ഇപ്പോൾ ഇത് ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യണമെന്ന് രാധിക ആഗ്രഹിക്കുന്നുണ്ടാവും. ഒന്നിൽ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പല കാര്യങ്ങൾ ഐ മീൻ എസ്പെഷ്യലി വീട്ടിലത്തെ കാര്യങ്ങൾ. കിടക്ക മടക്കി വെക്കുന്ന തൊട്ട് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ എടുത്താൽ അത് അടച്ചു വെക്കണം, അതുവരെയുള്ള കാര്യങ്ങൾ ദിവസം കേൾക്കാറുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഓർഗനൈസ് ആയിരിക്കണം ആദ്യം പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഓക്കെ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്ന് അതിൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയുള്ളത് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഈ റൗണ്ട് കഴിഞ്ഞു. ഇനിയുള്ള 10 ചോദ്യങ്ങൾക്ക് 12 ചോദ്യങ്ങൾക്ക് നിങ്ങൾ സത്യസന്ധമായി ഉത്തരം പറയണം. പക്ഷെ പറയേണ്ട രീതി എന്താണെന്ന് വെച്ചാല്, ഞാൻ ഒരു സ്വഭാവ സവിശേഷതയാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ, അത് നിങ്ങളുടെ പാർട്ട്ണർക്കാണ് ഏറ്റവും കൂടുതൽ എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇപ്പൊ ഞാൻ പറയുന്നത് പറയുന്നത് രാധികയ്ക്ക് തോന്നുകയാണ് രാധികയാണ് അതിൽ മുന്നിൽ നിൽക്കുന്നത് പറഞ്ഞാൽ സ്വയം പോയിന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഹരീഷിനെ പോയിന്റ് ചെയ്യണം. ഹരീഷും അതുപോലെ തന്നെ. രണ്ടുപേരും ഒരേ സമയം ചെയ്യണം. അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, 1ാമത്തെ ചോദ്യം. ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ പോലെയുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് നിങ്ങളിൽ ആരാണ് മറക്കാൻ സാധ്യത കൂടുതലുള്ളത്? ഓക്കെ, നിങ്ങളിൽ ആരുടെ പാചകമാണ് ബെറ്റർ? ഓക്കെ, അപ്പൊ 1-1. എവിടേക്കെങ്കിലും പോകാൻ ഇറങ്ങുന്നതിന് മുമ്പ് റെഡി ആവാൻ, ഇത് മുമ്പേ ചോദിച്ചാന്ന് തോന്നുന്നു, റെഡി ആവാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് ആരാണ്? ഓക്കെ, എന്താണ് ഹരീഷ് രാധിക സമയം എടുക്കാൻ കാരണം? ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ എവിടേക്കാ പോകുന്നത്. ഇപ്പോൾ ഒരു കല്യാണത്തിനോ അല്ല ഒരു എങ്ങനെ എന്തെങ്കിലും സോഷ്യൽ ഇവന്റ്സിനാണ് പോകണമെങ്കിൽ മാച്ചിങ് എന്താ പറയുക, പൊട്ടിലിരുന്ന് എല്ലാം മാച്ച് ചെയ്ത് എടുക്കുമ്പോഴേക്കും അത്, പക്ഷേ ഷീസ് വെരി ഓർഗനൈസ്ഡ്. തലേ ദിവസം തന്നെ തുടങ്ങും, എന്നാലും അത് ലാസ്റ്റ് വരെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, ലാസ്റ്റ് മിനിറ്റിൽ ഈ എന്താ പറയാ, ഏത് കമ്മലാണ് ഇടേണ്ടത്, ഏത് നെക്ലസ് ആണ് ഇടേണ്ടത് എന്ന് വരെയുള്ള ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഓക്കെ, ഓക്കെ. 4ാമത്തെ ചോദ്യം. ആരാണ് കൂടുതൽ ഉച്ചത്തിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത്? ഓക്കെ, കാർ ഓടിക്കുമ്പോൾ വഴി തെറ്റിപ്പോകാൻ സാധ്യത ആർക്കാണ് കൂടുതൽ? ഓക്കെ, വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതാണ്? ഓക്കെ, എന്തിനെ പറ്റിയാണ് വഴക്ക്? അങ്ങനല്ല, എന്തിനെ പറ്റിയെങ്കിലും. ഓക്കെ, നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ വാലറ്റ്, താക്കോല്, മൊബൈൽ ഫോൺ തുടങ്ങിയ സാധനങ്ങൾ നഷ്ടപ്പെടുത്താൻ സാധ്യത ആർക്കാണ് കൂടുതൽ? ഓക്കെ, ഷോപ്പിംഗ് ചെയ്യാനും മറ്റും കൂടുതൽ ചിലവാക്കുന്നത് ആരാണ്? ഓക്കെ, ഇതിന്റെ ഉത്തരം എനിക്കറിയാം, എന്നാലും ചോദിക്കാം. കൂടുതൽ സംസാരിക്കുന്നത് ആരാണ്? ഓക്കെ, ഇന്ന് കുക്ക് ചെയ്യേണ്ട, ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താം എന്നാരാണ് പറയാൻ സാധ്യത കൂടുതൽ?
ഓക്കെ. അടുക്കും ചിട്ടയും ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? എന്തെങ്കിലും ആവശ്യം പറയാൻ കുട്ടികൾ ആദ്യം വരുന്നത് ആരുടെ അടുത്താണ്? ഓക്കെ ഓക്കെ, അടിപൊളി. അതിങ്ങനെ ബോത്ത് സ്കോർ ഈക്വൽ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫൺ റൗണ്ടുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോ ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ. ഇത് UK മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ UK-യിലുള്ള മലയാളികൾക്കും UK-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കുമായി നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഇവിടുത്തെ ലൈഫിനെ പറ്റി, കൾച്ചറിനെ പറ്റി, ജോലിയെ പറ്റി. ഇവിടുത്തെ എഡ്യൂക്കേഷൻ രീതി വളരെ ഡിഫറെൻ്റ് ആണ്. രാധിക ഓൾറെഡി കവർ ചെയ്തു അതിനെക്കുറിച്ച്. രീതി വളരെ ഡിഫറെൻ്റ് ആണ്. നാട്ടിൽ നമ്മൾ കുട്ടികൾ അവിടെ പഠിച്ചിട്ട് ഇവിടെ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ ഇങ്ങോട്ട് മാറുമ്പോൾ കുട്ടികൾക്കായിട്ടുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇവിടെ കുട്ടികൾ അത് ഗെറ്റ് യൂസ് ടു, അവർ അഡാപ്റ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അവരെ പ്രഷർ ചെയ്യരുത് ഇവിടെ. സോ പിന്നെ ചൈൽഡ് അബ്യൂസ് ഇസ് എ ക്രിമിനൽ അഫൻസ് ഇൻ UK. നമ്മൾ കുട്ടികളെ എങ്ങനെ, ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് ദ കിഡ്സ്? ദ ഗവൺമെന്റ് വീട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ കുട്ടികളെ തല്ലാനോ അതൊന്നും പാടില്ല. മെന്റൽ വെൽബീയിങ് ഓഫ് children is considered very is given a lot of priority in this country. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ, ഇവിടുത്തെ വെതർ വളരെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇവിടെ നമുക്ക് 4 ഡിഫറെൻറ്റ് വെതർ ഉണ്ട്: സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിന്റർ. ആൻഡ് യു ക്യാൻ റിയലി എക്സ്പീരിയൻസ് ദോസ് വെതേഴ്സ് ആൻഡ് യു നീഡ് ടു get used to living in those weather conditions. Autumn will be like, it will be windy, it will be rain, and winter will be cold and all that. You should get used to it. പിന്നെ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് എന്താ വെച്ചാൽ ഇൻക്ലൂസിവിറ്റി. നമ്മളിവിടെ വന്ന് താമസിക്കുമ്പോൾ നമ്മളിവിടുത്തെ ലോക്കൽസ് ആയിട്ട് എത്രയും വേഗം we get along easily with them. It's better. Because that inclusivity, people are really inclusive in this country. They welcome people from different culture. They appreciate the cultural differences. നമ്മളും അത് അപ്രീഷിയേറ്റ് ചെയ്ത് എത്ര പെട്ടെന്ന്, we are making friends with our neighbors or work colleagues. Those are all very important because നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ സിസ്റ്റത്തിലാണ് വളർന്നത് അവർ. So they will have friends from different cultures. So for us parents, for you to understand those culture and understand those cultural differences and appreciate that, it's very important for you to kind of have friends from non-Indian community so that you appreciate the differences. പലരും ജോലി ഇല്ലാതെ വരുന്നവരുണ്ട്, വന്നിട്ട് ജോലി കണ്ടെത്താം എന്ന് കരുതി വരുന്നവരുണ്ട്. അവരോടൊക്കെയുള്ള ഉപദേശം എന്താണ്? ജോലി കിട്ടാൻ എന്തൊക്കെയാണ് എളുപ്പമാർഗ്ഗങ്ങൾ, അല്ലെ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തണം? ഇന്റർവ്യൂവിനൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരെ ഞങ്ങൾ ഹയർ ചെയ്യാറുണ്ട് ഞങ്ങളുടെ കമ്പനീസിൽ. പിന്നെ അതല്ലാതെ ഡിപെൻഡന്റ് വീസയിൽ വരുന്നവർ. ഇത് ഇവിടെ എല്ലാ മേഖലകളിലും ഇവിടെ ജോലി കിട്ടും. പക്ഷെ അതിന് കുറച്ച് തയ്യാറെടുപ്പുകൾ തീർച്ചയായിട്ടും വേണം. യു ക്യാൻ ആസ്ക് the HR or the agency what interviews this and what kind of questions will be asked, and then it's better to prepare well for the interview. Okay. രാധികയുടെ ജോലി ഒരു പ്രൊഫഷണൽ ജോലിയെ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കുട്ടികളുമായി വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ടീച്ചർ ആവുന്ന പോലെയല്ല ഇവിടെ ടീച്ചർ ആവുന്നത്. കുറച്ച് ബുദ്ധിമുട്ട്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. ഇവിടെ ഇപ്പൊ ഒരു സ്കൂളിൽ വർക്ക് ആണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസിന് ഫസ്റ്റ് ഒരു വോളണ്ടറി ആയിട്ട് നമുക്ക് തുടങ്ങാം. ലൈക്ക് അത് പറഞ്ഞാൽ അൺപെയ്ഡ് ആണ്, നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ബേസിക്കലി. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ സ്കൂളുകൾ എങ്ങനെയാണ് കുട്ടികളെ. ഞാനിവിടെ വന്ന സമയത്ത് പോയിരുന്നു സ്കൂളിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഓരോ ദിവസം എന്തെങ്കിലും പുതുത് പഠിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി സ്കൂളിൽ. അപ്പൊ ഞാൻ പോയത് പ്രൈമറി സ്കൂളിലാണ്. അപ്പൊ എനിക്ക് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതൊരു വലിയ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറെ വൊക്കേഷണൽ കോഴ്സസ് ഉണ്ട്, പല കോഴ്സസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് ചെയ്യുക. അത് നമ്മുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഇപ്പൊ ഒരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഒരു നമ്പർ ഓഫ് കോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ വേറെ ഒരു സെറ്റ് ആണ്. അപ്പൊ അത് നോക്കിയിട്ട് ഏതാണോ നമുക്ക് സൂട്ട് ചെയ്യുന്നത് ആ ഒരു കോഴ്സ് എടുത്തിട്ട് നമ്മളത് ചെയ്യാം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ ഈ വോളണ്ടറി ആ ഒരു എക്സ്പീരിയൻസും അതൊക്കെ വെച്ചിട്ട് ഡെഫിനറ്റ്ലി ഒരു ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലേണിംഗ് സപ്പോർട്ട് അസിസ്റ്റന്റ് ആയിട്ട് സ്കൂളിലേക്ക് കയറാൻ പറ്റും. അവിടെ സ്കൂളിൽ ഇരിക്കുമ്പോഴേ ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളപ്പോഴേ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഓക്കെ, ഞാൻ ചോദിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റിയത്? എനിക്കിപ്പോ പലരും UK-യിലേക്ക് വരാൻ ആഗ്രഹമുള്ളവര്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, അതായത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക. എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നമ്മള് ഓക്കെ ഡെഫിനറ്റ്ലി നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം സോഷ്യൽ മീഡിയയിലോ അതിലൊക്കെ. പക്ഷെ ആരെങ്കിലും ഉണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു അതായിരിക്കും പ്രോബ്ലി ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ പോലെ അങ്ങനെ കിട്ടിയിട്ട് ദാറ്റ് വിൽ ബി ലൈക് മോർ ഹെൽപ്ഫുൾ. ഓക്കെ, അങ്ങനെ ഒരുപാട് അങ്ങനെ ചതിവൊക്കെ പറ്റിയ ആൾക്കാർ അങ്ങനെ കുറെ പേര് കേട്ടിട്ടുണ്ട്. ലൈക് യുകെയുടെ എന്താ പറയാ നല്ല ആ ഒരു സൈഡ് മാത്രമേ, വേറെ എന്തൊക്കെ ഉണ്ട്, എന്താണ് ഇവിടെ വന്നാൽ ആക്ച്വലി എങ്ങനെയാണ് ഡേ ടു ഡേ ലിവിങ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള ഒരാൾക്ക് പ്രോബ്ലി ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എവിടെന്നെങ്കിലും ഇൻഫർമേഷൻ ഗ്യാദർ പറ്റുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവര് they have to do proper research on the university that they are joining. They shouldn't be എന്താ പറയുക കുറേ ഏജൻസ്, എഡ്യൂക്കേഷണൽ ഏജൻസ് ഇന്ത്യയിൽ അവർ പറയണത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാതെ they have to do their own research. There are plenty of government websites. Complete University Guide is a good website. അതിലൊക്കെ കയറിയിട്ട് അവർ ആ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ്, ആ കോഴ്സിൻ്റെ റാങ്കിങ്, അത് അവർ പഠിക്കുന്ന കോഴ്സ്, there's a government maintained short list of list of employment where there is a gap of people in that. Okay, so they should look at that list and they should understand whether they'll be able to fill in the future employment needs of UK. So അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, വളരെ നന്ദി രാധിക ആൻഡ് ഹരീഷ്. നമ്മുടെ ഈ സെഗ്മെന്റ് അവസാനിക്കുന്നതിന് മുമ്പ് രാധികയോട് ഒരു ചോദ്യം, ഒന്നല്ല 2 ചോദ്യം. ഹരീഷ് ഒരു ക്രിക്കറ്റ് ക്ലബിന്റെ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ ഒരു തമിഴ് അസോസിയേഷൻ ബ്രിസ്റ്റലിന്റെയും കൂടി സെക്രട്ടറിയാണ്. പുള്ളിയുടെ ഈ ആക്ടിവിറ്റീസ് കാരണം അത് നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ ബാധിച്ചിരിക്കുന്നെന്ന് രാധിക ഒന്ന് പറയാം. ക്രിക്കറ്റ് ക്ലബിനെ കുറിച്ച് പറയാനും, ഇപ്പോൾ ക്രിക്കറ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോബബ്ലി ഏപ്രിൽ ആ ഒരു ടൈമിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് സമ്മറാണ് UK-ല്. അപ്പോൾ ആ സമയത്താണ് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വീക്കെൻഡ്സിൽ ജനറലി ഹരീഷ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ആ ഒരു ഫാമിലി ടൈം പലപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളും കാണാനും വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ആ സമയത്തേക്കാളും ഹരീഷ് ഉണ്ടാവാറില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ പ്രോബ്ലി അത് ആർഗ്യുമെന്റ് ആവും. പിന്നെ തമിഴ് അസോസിയേഷൻ എന്ന് പറയുന്നത് റൗണ്ട് ദ ഇയർ, അതിന്റെ ഫോൺ കോൾസ്, അവരുടെ ഗ്യാതറിങ്സ്, ഗെറ്റ് ടുഗദേഴ്സ്, അപ്പൊ അത് ഒരു വലിയൊരു എന്താ പറയാ കുറെ ടൈം എടുക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൊങ്കലിന് അല്ലെങ്കിൽ ദിവാലി, അവരുടെ ആനുവൽ ഇയർ, അങ്ങനെ പലതും എല്ലാ ഗെറ്റ് ടുഗദേഴ്സും ഉണ്ടാവും. അപ്പൊ അതിനെ എനിക്ക് തോന്നിയത് ഹരീഷ് കൂടുതൽ സമയം ഫോണിൽ അതിനെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അപ്പൊ ഫ്രണ്ട്സിനോടുള്ള കോൾ, അങ്ങനെ കുറെ ടൈം പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് കുറെ ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഇപ്പൊ തമിഴ് അസോസിയേഷൻ, ഇപ്പൊ നേവറിക്സിലാണെങ്കിലും അതെ, എനിക്ക് കുറെ നല്ല പറഞ്ഞ എനിക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് അതെ ഡെഫിനറ്റ്ലി ആണ്. അപ്പൊ നമ്മള് ലൈക് ആസ് എ ഫാമിലി ഇപ്പൊ നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. അതൊക്കെയാണ് അതൊരു ഡെഫിനറ്റ്ലി ഒരു പ്ലസ് പോയിന്റ് ആണ്. Okay, well, Harish, Radhika, thank you very much. Thank you, Hari. Thanks for your time. Thank you. Ready alle? Ready. Start, camera, action. You say man. Cut. ஐயோ, பாசிட்டிவும் சொல்லணும், நெகட்டிவ் மட்டும் சொல்ற. Continue. Okay. நீ ஃபர்ஸ்ட்ல இருந்து ഈ ചോദ്യത്തിന് ഫസ്റ്റ് തന്നെ ആൻസർ பண்ண. ഇത് ഇൻട്രൊഡക്ഷൻ അവസാനം പാട്ട് പാടി കൊട്ടിക്കലാശം. ஓ நான் மாமாக்கு டீ வரல. കട്ട്.